ആ കല്ലുകൾ കൊണ്ടുവച്ച് ആമേൻ മോശയെ പതിയെ ഇരുത്തുമ്പോഴും ശ്രദ്ധിക്കുക, കൈ താഴരുത്. ആമേൻ ഇരുത്തിയിട്ടും കൈ താഴുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സൈഡിൽ ഊര് ആ കൈയൊന്ന് പിടിച്ചു പൊക്കി, മറു സൈഡിൽ ആമേൻ അഹറോൻ ആ കൈയൊന്ന് പിടിച്ചുയർത്തി. അവർ നിന്നോണ്ട് കൈ ഉയർത്തി പിടിക്കുകയാണ്. നിങ്ങൾക്കിരിക്കേണ്ടേ ഊരേ, നിനക്കിരിക്കേണ്ടേ അഹറോനെ, വേണ്ട വേണ്ട, ഞങ്ങൾ ആമേൻ കൈ ഉയർത്തിയാൽ അല്ല ജയം, മോശ കൈ ഉയർത്തിയാലാണ് ജയം. ഞാൻ ആത്മാവിൽ പറയുന്നു, ചില അഭിഷക്തർക്ക് കൂട്ടായ്മയുടെ വലം കൈ കൊടുക്ക്, ശുശ്രൂഷയുടെ പങ്കാളിത്തം ഏറ്റെടുക്ക്. ആ കൈകൾ താങ്ങി പിടിച്ച മോശ, ആമേൻ, മോശയുടെ കൈകളെ താങ്ങി പിടിച്ച അഹറോനെയും ഊരിനെയും ദൈവം മറന്നില്ല. പ്രാർത്ഥിക്കുന്നവനെ മറക്കത്തില്ല, പ്രാർത്ഥനയിൽ താങ്ങുന്നവരെയും മറക്കത്തില്ല ദൈവം. പർവ്വതത്തിൽ കയറി ആമേൻ സമാഗമന കൂടാരത്തിന്റെ പദ്ധതികളൊക്കെ എഴുതുന്നതിന്റെ ഇടയിൽ ഒരു വാക്ക് പറയുകയാണ്, അന്ന് നിന്റെ കൈ ഉയർത്തിപ്പിടിച്ച അഹറോനെ നീ മറക്കരുത്. ആ അഹറോന്റെ മകനായ ഏലിയാസറിനെ ഞാൻ പണിയുന്ന പെട്ടകത്തിന്റെ, ഞാൻ പണിയുന്ന സമാഗമന കൂടാരത്തിന്റെ മഹാപുരോഹിതനായി നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ആ അനുഗ്രഹം തലമുറയിലേക്ക് കവിഞ്ഞൊഴുകുമെന്ന്. തീർന്നില്ല, മറുസൈഡിൽ കൈ ഉയർത്തിപ്പിടിച്ച മനുഷ്യൻ ഊര് പറഞ്ഞു, മറക്കരുത്. ആമേൻ, ആ നിന്റെ കൈ ഉയർത്തിപ്പിടിച്ച ഊരുണ്ടല്ലോ, അവന്റെ മകനായിരിക്കുന്ന ബെസയേലിന്റെ മേൽ ദിവ്യാത്മാവിനാൽ ജ്ഞാനത്തിന്റെ അഭിഷേകം പകരണം. അവൻ കൗശലപ്പണികൾ സങ്കൽപ്പിച്ച് ചെയ്യുവാൻ, ഓ ഹല്ലേലൂയ, ഒരു മനുഷ്യനും ഉള്ളത്തിലില്ലാത്ത ജ്ഞാനം നീ അവന്റെ മേൽ പകരണം. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥിക്കുന്ന മാതാവ്, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ പ്രാർത്ഥന ഈ ഭൂമിയിൽ തീരത്തില്ല, ഈ പ്രാർത്ഥന ഇവിടെ തീരത്തില്ല. അത് നിന്റെ തലമുറയുടെ ഉയർച്ചയായി, പദവിയായി, അനുഗ്രഹമായി ഇറങ്ങി വരുമെന്ന് പറയുന്നു. വചനത്തിലൂടെ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ പ്രാർത്ഥന നിന്റെ തലമുറയുടെ അവൻ ഉയർച്ചയായി മാറും.